ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ് റെഡ് ബി കേക്ക്. കാണുമ്പോൾ തന്നെ ഒരുപാട് ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ആദ്യമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര അധികം ടേസ്റ്റ് ഇതിനുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ പറയാതെ വയ്യ, അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ 3 ടൈപ്പ് കേക്കാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിന് 1/4 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ പാൽപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിലേക്ക് ഞാൻ വൈറ്റ് കളേർഡ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. സൈഡിലുള്ളതൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ വിനെഗറിലേക്ക് 1/4 ടീസ്പൂണിന് അടുത്ത് 1/4 ടീസ്പൂൺ തികച്ചു വേണ്ട ബേക്കിംഗ് സോഡയും ചേർത്ത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കുക. ഞാൻ ഇതുപോലെയുള്ള സോസ് പാനിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ബാറ്റർ മാറ്റി കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ചൂടാക്കിയിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്ക് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കേക്ക് ഉണ്ടാക്കാം. അതിന് 1/4 കപ്പ് മൈദയിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബൗളിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായി പതഞ്ഞു വന്നാലാണ് നമുക്ക് നമ്മുടെ കേക്ക് സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ബീറ്റർ ഓണാക്കാതെയാണ് കേട്ടോ ഞാൻ മിക്സാക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് കൊക്കോ മൈദ മിക്സ് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ടീസ്പൂൺ വിനെഗറിലേക്ക് 1/4 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സാക്കി ബാറ്ററിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. നേരത്തെ വാനില കേക്ക് ബേക്ക് ചെയ്ത സെയിം പാനിലാണ് ഞാൻ ഇതും ബേക്ക് ചെയ്യുന്നത്. അത് ചെയ്ത പോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇത് ബേക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കും ഇവിടെ റെഡിയായി. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് വേണ്ടത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിന് ഞാനിവിടെ 1/4 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് റെഡിയാക്കാനാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 1/2 ടീസ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ പകരം ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക.
ഒരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക. വിനെഗറും പാലും കൂടെ മിക്സാക്കി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി. ഇനി ഇതിൽ നിന്ന് 1.25 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്ക് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് ഷുഗർ മെൽറ്റാകുന്നത് വരെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഷുഗർ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എങ്കിലേ ഉള്ളൂ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ കേക്ക് റെഡ് വെൽവെറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് റെഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് വിസ്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ കേക്ക് ബാറ്റർ കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി വിനെഗർ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ വിനെഗർ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ലൂസാക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ വരെ പാല് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വിനെഗർ ചേർത്ത് മിക്സാക്കി നോക്കാം. അപ്പോൾ ഈ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ, പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് സോസ് പാനിലേക്ക് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 3 കേക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 കേക്കാണ് നമ്മൾ റെഡ്ബി കേക്കിൽ 3 ലെയറായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടെ വേണം, അതുകൂടെ നമുക്കിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറീസ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തതാണ്. കേക്ക് ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും താഴെ ലെയറായിട്ട് റെഡ് വെൽവെറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി തന്നെ വെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്കതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ചെറി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് വെക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. അതും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റാക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയും ഇവിടെ വൈറ്റ് ചോക്ലേറ്റാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റാക്കിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാനിവിടെ എക്സ്റേ ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. ഇനി ഈ കേക്കിനെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഗനാഷ് റെഡിയാക്കാം. ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമുക്കിത് മെൽറ്റാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ ബട്ടറും വേണം. എല്ലാം കൂടെ നന്നായി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഒരു കപ്പിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ മീതെ ഞാൻ ചെറിയൊരു ബൗൾ വെച്ച് ചെറിയൊരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് താഴെയുള്ള വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് അത് മെൽറ്റായി വരും.
നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗനാഷിൽ നിന്ന് 3 ടീസ്പൂൺ ഗനാഷ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 3 കളറിലുള്ള ഗനാഷാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാനിവിടെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെയാണ് ഞാൻ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് അത് വേസ്റ്റായി പോവില്ല, പ്ലേറ്റിലേക്കായിരിക്കും വീഴുക. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഗനാഷ് ആവുന്ന രീതിയിൽ ഒന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോകും. അതുപോലെ തന്നെ കേക്ക് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗനാഷ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒഴുകിപ്പോകാതെ പെട്ടെന്ന് അതിൽ തിക്കായിക്കോളും. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതുപോലൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ ചേർത്ത ഗനാഷും ഇതുപോലെ ഒന്ന് ലൈനാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ ലൈൻ വരച്ചതിന് ശേഷം നമ്മളെ വിരൽ കൊണ്ട് ഒന്നിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ വേറൊരു ഡിസൈൻ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ബേസിൻ്റെ പുറത്ത് ഓവറായി കിടക്കുന്ന ഈ ഗണേശൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ചോക്ലേറ്റിൽ പിങ്ക് കളർ കൊടുത്തിട്ട് 2 ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഞാനിതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള റെഡ്ബി കേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. ഇപ്പം തന്നെ താഴെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.